ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൂത്രം ചെയ്തിട്ടുള്ള നല്ലൊരു മാവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അരി അരിക്കുമ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസ്റ്റോ ഉഴുന്നോ ഉലുവയോ ബേക്കിംഗ് സോഡ ഒന്നും നമുക്ക് ആവശ്യമില്ല. എല്ലാവർക്കും ഈ ഒരു സോഫ്റ്റുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മാവ് നന്നായാൽ തന്നെ സോഫ്റ്റുള്ള ഇഡ്ഡലി പാലപ്പം റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്താണ് ഈ സൂത്രം ഞാൻ അരി അരക്കുമ്പോൾ ചെയ്ത് കൊടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഈ ഒരു സോഫ്റ്റുള്ള പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സോഫ്റ്റുള്ള ഇഡ്ഡലി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അരി അരക്കുമ്പോൾ നല്ലൊരു സൂത്രം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സൂത്രം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഉഴുന്നോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ആദ്യം തന്നെ ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്തിന് അതിലേക്ക് ഈ ഒരു അരിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നത്. പകുതി ഭാഗം അടുത്ത പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/4 തവി ചോറ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 4-5 സ്പൂണ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഈ ഒരു ചേരുവകൾ ചേർത്തിട്ട് നമ്മളിതാ ബാക്കിയുള്ള അരി അരച്ചെടുക്കണം കേട്ടോ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തലേന്ന് രാത്രിയാണ് ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഈ ഒരു സ്പൂണിന് 4 സ്പൂണ് തേങ്ങ കെട്ടതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ഇതിലേക്ക് ഞാൻ ട്രിക്ക് ഇതാ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബാണ്. ഏകദേശം ഒരു 10-15 ഐസ് ക്യൂബ് ഉണ്ട് കേട്ടോ ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഈ ഒരു 10-15 ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല കട്ടിയിൽ തന്നെ മാവ് ഇതാ ഇതുപോലെ 2 പ്രാവശ്യം നമ്മൾ അരച്ചെടുക്കണം. ഇങ്ങോട്ട് നന്നായിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റോളം നമ്മളിതാ തവി വെച്ചിട്ടും കൈ വെച്ചിട്ടൊക്കെ ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു ഇളക്കലിൽ മാവ് നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങിക്കിട്ട് ഇങ്ങോട്ട് ഞാനിതാ 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും മാവ് പൊങ്ങി കിട്ടും കേട്ടോ. നമുക്ക് ഈസ്റ്റൊന്നും ആവശ്യമില്ല, അതേമാതിരി ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം തന്നെ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയേ കണ്ടില്ലേ. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി പാലപ്പം ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉഴുന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു അരിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്താൽ മതിയേ. അപ്പോൾ ഉഴുന്ന് ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് സോഫ്റ്റുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് പതപ്പതായിട്ടുള്ള ഈ ഒരു മാവ് കേട്ടോ. നമ്മൾ ഐസ് ക്യൂബ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഡലിത്തട്ട് അടുപ്പത്ത് വെച്ചിന് കുറച്ച് ഓയിലായിട്ട് ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇതാ ഓരോ തവി മാവ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് നിങ്ങൾ അരി അടിച്ചെടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും അടിച്ചെടുത്തേക്കൊണ്ടിട്ടോ. നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഓരോ തവിയിലും ഞാനിതാ മാവ് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതാ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതാ ഒന്നങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. അങ്ങനെ 2 മിനിറ്റിന് ശേഷം ഇതാ നമ്മൾ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി റെഡിയാണ്. ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ ഒരു തട്ടിൽ നിന്ന് മാറ്റാൻ. അങ്ങനെ ഇതാ ചൂടാറിയതിന് ശേഷം ഇതാ ഞാൻ ഈ ഒരു ഇഡ്ഡലി സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തതാണ് കേട്ടോ. എന്നിട്ടോ വീഡിയോ കാണിക്കുന്നത് കണ്ടില്ലേ. ഇതേപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു സോഫ്റ്റുള്ള ഇഡ്ഡലി റെഡിയായിന്. നല്ല സോഫ്റ്റ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ലേ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വെക്കണം കേട്ടോ മാവ്. എന്നാൽ നമുക്ക് ആ ഒരു സോഫ്റ്റിൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ തന്നെ 2ാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ എണ്ണ തേക്കാൻ മറക്കരുത്. എണ്ണ അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഇതാ ഈ ഒരു മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് എണ്ണ മതി കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മൂടി വെച്ചതിൽ തന്നെ നമ്മളതാ ഇഡലി 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് കിട്ടിയത്. ചൂടാറിയതിന് ശേഷമായിട്ട് ഞാനിതാ ഈ ഒരു ഇഡലി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിതാ ആ ഒരു മാവ് കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടി ചിറ്റിച്ചെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ബബിൾസ് വന്നതിന് ശേഷമായിട്ട് മൂടി വെക്കേണ്ടത്. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ നല്ല സോഫ്റ്റുള്ള പാലപ്പം നമുക്ക് കിട്ടും. ഇനി ദോശയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ മാവ് കൊണ്ട് കുറച്ചധികമൊക്കെ മാവ് നമ്മൾ അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2-3 ദിവസത്തിന് നമുക്ക് ഇതുപോലെ മാറി മാറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാലപ്പത്തിലൊക്കെ ചെറിയ കളർ വ്യത്യാസമൊക്കെ വരെ ആ ഒരു 4 സ്പൂൺ ആദ്യത്തെ പ്രാവശ്യം, അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ 4 സ്പൂൺ കേട്ടോ. 2 ഗ്ലാസ് അരിൻ്റെ കണക്കായിട്ട് പറഞ്ഞത്. അങ്ങനെ കണ്ടില്ല നമ്മൾ നല്ല സോഫ്റ്റുള്ള ഇഡലി പാലപ്പം റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളും ഇതുപോലെ ബ്രേക്കിംഗ് ഫാസ്റ്റൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ കിട്ടുന്ന അതുപോലെ കണ്ടു നോക്കണേ. ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ള ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം.